അതുകൊണ്ടാണ് നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹം പറഞ്ഞു, അച്ഛാ നാട്ടിലൊക്കെ ഇപ്പോൾ നസ്രാണികൾ നന്നായിട്ടാണ് നോമ്പ് നോക്കുന്നത്. ഞാൻ ചോദിച്ചു, എങ്ങനെ അറിയാം നിനക്കത്? പറഞ്ഞു, അച്ഛാ ഇപ്പോൾ ചിക്കൻ്റെ ബിസിനസ് എല്ലാം തീർന്നു, ഈ വർഷത്തെ പോലെ ഇതുവരെ കച്ചവടം മടുപ്പ് തോന്നിയിട്ടില്ലെന്ന്. കാരണം എല്ലാ ക്രിസ്ത്യാനികളും ഇപ്പം നന്നായിട്ട് നോമ്പെടുക്കുക. എന്താണെന്ന് അറിഞ്ഞുകൂടാ, എല്ലാവരും ഇപ്പം നന്നായിട്ട് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നോമ്പെടുത്ത് പ്രാർത്ഥിച്ച അവസാനം നമ്മൾ ഈ ഈസ്റ്ററിൻ്റെ അന്ന് നാം തന്നെ ഉയർത്തെഴുന്നേൽക്കുമോ, അതോ നമ്മിലെ ആ പഴയ ദുശീലങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ നാം മനസ്സിലാക്കേണ്ടത് ഇതൊരു കഷ്ടപ്പാടിൻ്റെ കാലം അല്ല. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ഈസ്റ്റർ കഴിയുമ്പോഴും നമുക്ക് എന്ത് മാറ്റമുണ്ടായി? നമ്മുടെ ജീവിത ചക്രവാളങ്ങൾ വിശാലമായോ? അതുകൊണ്ടാണ് യേശയ്യായുടെ പുസ്തകം 58-ാം അധ്യായം 3-ാം വാക്യത്തില് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയാണ്, ഞങ്ങൾ എന്തിനു യേശയ്യ 58-ന്റെ 3-ാം വാക്യം വായിക്കുന്നു. ഞങ്ങൾ എന്തിന് ഉപവസിച്ചു, അങ്ങ് കാണുന്നില്ലല്ലോ. ദൈവത്തോട് ഈ ദൈവമക്കൾ ചോദിക്കുക, കർത്താവേ ഞങ്ങൾ എന്തിനാ ഉപവസിച്ചത്? ഇത് മനുഷ്യരെ കാണിക്കാനല്ല, അങ്ങനെ ഒരു ഉപവാസം അവർക്കില്ല. അവർ പറയാണ്, ദൈവമേ നിന്നെ കാണിക്കാനാണ് ഞങ്ങൾ ഉപവസിക്കുന്നത്, നീ കാണണം. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ദൈവമേ നീ കാണുന്നില്ലേ? ഞങ്ങൾ ഈ ഉപവസിക്കുന്നത് നീ കാണുന്നില്ലേ? അടുത്ത വചനം, ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി, അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. അതായത് ഈ ഉപവാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇത്തരം ഒരു ഉപവാസമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഉപവാസമൊക്കെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ ഇന്റൻഷൻ ഓഫ് ദ ഹാർട്ട്, നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് പോകും. കൃത്യമായിട്ട് ഉപവാസം, പ്രാർത്ഥന, പള്ളി വരും, നമ്മുടെ അനുഷ്ഠാനങ്ങളും ക്രിയകളും എല്ലാം നന്നായിട്ട് നടത്തും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പാരലായിട്ടൊരു ജീവിതമുണ്ട്. നമ്മുടെ സ്വഭാവം ഒരിക്കലും മാറുന്നില്ല. ചിലരോട് ഇപ്പോഴും നമുക്ക് മിണ്ടാൻ പറ്റുന്നില്ല. തർക്കവും കലഹവും ഉണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പോൾ അറിയാതെ നമ്മിലെ ആസക്തികളുണ്ടാകും. ഒരിക്കലും ഒരു മനുഷ്യനിങ്ങനെ നടന്നു പോവാം, ഒരു 100 രൂപ കിടക്കുന്നു. ഉടനെ അവനിലെ ദൈവിക ചിന്ത ഉണർന്നു. അവൻ പറഞ്ഞു, 100 രൂപ എടുക്കാൻ പാടില്ല, എൻ്റെ അല്ല. 100 രൂപ എൻ്റെ ആണോ? ജോണേ അല്ല, എടുക്കാൻ പാടില്ല. എടുക്കുന്നത് തെറ്റാണ്, വല്ലവൻ്റെയും പൈസയാണ്. അവനിങ്ങനെ വീണ്ടും നടന്നു പോയപ്പോൾ ദാ കിടക്കുന്ന ഒരു 500 രൂപ. എത്ര? 500. അപ്പോഴും അവനിലെ ദൈവാത്മാവ് പറഞ്ഞു, എടുക്കാൻ പാടില്ല, എൻ്റെ അല്ല, ഇത് പാവപ്പെട്ട മനുഷ്യൻ്റെയാണ്, അവൻ റേഷൻ വാങ്ങിക്കാൻ വെച്ചിട്ടായിരിക്കും, എടുക്കരുത്, പാകപ്പടയുള്ളവൻ്റെ വരുമാനം. വീണ്ടും കുറേ അങ്ങോട്ട് നടന്നപ്പോഴാണ് 500 രൂപയുടെ ഒരു കെട്ട് കിടക്കുന്നത്. ഒരു കെട്ട് 500 രൂപയുടെ നോട്ട്. ഉടനെ അയാൾ ചിന്തിച്ചു, ഇത് ദൈവമായിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നായിരിക്കാനേ സാധ്യതയുള്ളൂ. മാത്രമല്ല ഇത് വേറെ വല്ല കള്ളുകൂടിയൻ്റെ കിട്ടിയാലോ?